ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു കുട്ടി വ്ളോഗാണേ. നമ്മളെ ഫ്ലാറ്റിലൊരു ബുദ്ധയുണ്ട്. ആ ബുദ്ധയുടെ മേളിലൊരു ചെടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു ചെടി വാങ്ങാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈക്കിലാണ് പോയത്. എനിക്കും വിഷ്ണുവിനും ചെടികൾ വളരെ ഇഷ്ടം. നമ്മളെ ഫ്ലാറ്റിലിപ്പം നമ്മൾ 4 ഫ്ലാറ്റായിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ മൊത്തവും നല്ല ഫുൾ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നോക്കാനും അത് ഒരു പോസിറ്റീവ് ഫീലിംഗ് ഞങ്ങൾക്ക് തരാറുണ്ട്. അപ്പം ഇത് ഞങ്ങളിപ്പം പുതിയ ഫ്ലാറ്റിലോട്ട് മാറിയതാണ്. അപ്പോൾ പഴയ കുറച്ചിരുന്ന ചെടികൾ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ട് വാങ്ങാൻ പോയതാണ്. അപ്പോൾ അതിനകത്ത് ബുദ്ധയിൽ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അതിന് പകരമായിട്ട് ഒരെണ്ണം നോക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇൻഡോർ പ്ലാന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ എന്തായാലും. പോകുന്ന വഴിക്ക് കുറേ നല്ല ഫ്ലവേഴ്സ് കണ്ട്. ഇതൊരു നാരങ്ങയാണ് കേട്ടോ. കണ്ടാൽ അത് നാരങ്ങയാണെന്ന് പറയത്തില്ല, പക്ഷെ അത് നാരങ്ങയാണെന്നാണ് ആ പുള്ളി പറഞ്ഞത്. നല്ല രസമുണ്ടല്ലേ, 2 കളറുള്ള ഒരു നാരങ്ങ. പിന്നെ ആദ്യം ഒരു കടയിൽ പോയി നോക്കിയപ്പോഴത്തേക്കിനും അവർ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും ഇല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ആ ബുദ്ധിക്കകത്ത് വെക്കാനായിട്ടില്ല. ഇവിടെ ഒരു ബുദ്ധ ഇരിക്കുന്നുണ്ടോ. ഇപ്പം ഇത് 2ാമത്തെ കടയാണേ. ഇവിടെ നിറച്ച് ചട്ടികളൊക്കെ മേക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ ഇൻഡോർ പ്ലാന്റ്സ് വളരെ കുറവാണ്. നമ്മൾ ഉള്ളതൊരു കുഞ്ഞു ബുദ്ധയാണ്. ആ കുഞ്ഞു ബുദ്ധയിൽ ഒരു കുഞ്ഞു പ്ലാന്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടോ, അതൊരു പേരയ്ക്കയാണ്, ഒരു റെഡ് കളറിലുള്ള പേരയ്ക്കയാണ്. ഇതും ഏതോ ഒരു ഫ്രൂട്ടാണ്, പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. റെയറായിട്ടുള്ളൊരു ഫ്രൂട്ടാണത്. ഞാൻ പേര് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു പേര്, ഇത് മനസ്സിലായില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിറച്ച് എന്താ പറയുക, ഇങ്ങനെ കുറേ ചട്ടി, ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ചട്ടികളാണ് കേട്ടോ. കണ്ടോ, ഒരുപാട് നല്ല പ്രൊഡക്ഷൻ, ഈ ചട്ടികളൊക്കെ പ്രൊഡക്ഷനുള്ള